ഓൺലൈനായി വിത്ത് വാങ്ങിച്ച് വെള്ളത്തിലിട്ട് മുളപ്പിച്ച്, അതായത് അതിൻ്റെ കുറച്ച് ഭാഗം ഉരച്ച് കളഞ്ഞ് മുളപ്പിച്ച് ഉണ്ടാക്കിയ താമര തൈകളാണ് ഈ കാണുന്നത്, കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ. അപ്പോൾ ഇതാണ് വെള്ളത്തിൽ വിത്തുകൾ പൊന്തി കിടക്കണുണ്ടോ, വിത്തുകൾ ധാരാളം വേരായിട്ട് ഇങ്ങനെ പൊന്തി കിടക്കണ കാണാം. അപ്പോൾ അങ്ങനെ വേണ്ട, ഇനി അത് മണ്ണിലേക്ക് ആക്കാമെന്ന് വിചാരിച്ച് ഈ ടബിലെ വെള്ളം മാറ്റുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ, ഗപ്പി വളർത്തണ ചെടിച്ചട്ടിയല്ലേ. അപ്പോൾ അത് ഞാൻ ഇന്ന് എല്ലാം ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ വെള്ളം നല്ലോണം വറ്റിച്ചു. എന്നിട്ട് താഴെ കുറച്ച് മണലുണ്ട്, ചെളിയൊക്കെയുള്ള മണൽ തന്നെയാണ്, അതിലേക്ക് നടാമെന്ന് വിചാരിച്ചു. ഇത് അങ്ങനെ നട്ട ശേഷമുള്ളതാണ്. കൂടെ അതിൽ കുറേ മണി പ്ലാന്റ് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി, അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇത് ആ വിത്തുകൾ നേരത്തെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നിരുന്നതൊക്കെ ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ, ഏറ്റവും അടിയിൽ മണലിൽ കുഴിച്ചിട്ടു. അപ്പോൾ ഇപ്പോൾ ചെടിച്ചട്ടിയിൽ കുറച്ച് തിരക്കും കുറവുണ്ട്. കുറച്ച് ഹൈഡ്രലിയും പിന്നെ ഈ കുഞ്ഞു താമര ചെടികളും അതിൻ്റെ വേരുകൾ കാണാനില്ല, ഇപ്പോൾ കാണുന്നത് പ്രധാനമായിട്ട് അതിൻ്റെ തണ്ടുകളാണ്. അപ്പോൾ ഇനി ഒരു നീണ്ട കാത്തിരിപ്പാണ്. എന്തിനാണ് കാത്തിരിപ്പെന്നല്ലേ, അത് അടുത്ത ക്ലിപ്പിൽ കാണിച്ചു തരാം. ശരിക്ക് താമരച്ചെടികൾ വളർത്തുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, വലിയ ഇലകളും തണ്ടുകൾ വെള്ളത്തിൻ്റെ മുകളിലേക്ക് നല്ലോണം ഉയർന്ന് നിൽക്കുന്ന കണ്ടില്ലേ. ഒരു ചെറിയ പാത്രത്തിൽ വളർത്തുന്ന താമരച്ചെടികളാണ് ഇത്. വിത്ത് നട്ടിട്ടുണ്ടാക്കിയ ചെടികളല്ല ഇത്, വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് ചെടികൾ അതുപോലെ തന്നെ ഇവിടെ ചെറിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. വേറൊരു വീട്ടിലാണ്, എൻ്റെ വീട്ടിലുള്ളതല്ല അത്. പക്ഷെ എന്നാലും കണ്ടില്ലേ താമരയുടെ ഇലകളുടെ വലിപ്പം കണ്ട, ആ തേങ്ങയുടെ ചകിരി നോക്കിയാൽ അറിയാം അതിൻ്റെ വലിപ്പത്തിൻ്റെ ഏകദേശം സൂചന. ചകിരിയെക്കാട്ടും വലിപ്പമുണ്ടല്ലോ ഒരില, പക്ഷെ നല്ല ഭംഗിയുള്ള ഇലകളാണ്. പൂക്കളൊന്നും കാണാനില്ല. എന്തായാലും ഇതാണ് എൻ്റെ പ്രതീക്ഷ. ഇതിൽ ചെറിയ ആമ്പൽ ചെടികൾ അടിയിൽ കാണുന്നുണ്ട്, അതല്ല ഉദ്ദേശിച്ചത്, ഈ താമര തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി മറ്റേ കുഞ്ഞ് ഇലകൾ വളർന്ന് ഇതുപോലൊരു താമരയായി വരണ എത്ര കാലം പിടിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്.